അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പ്രിംഗ് സെക്യൂരിറ്റിയുടെ ഡീഫോൾട്ട് ബിഹേവിയർ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഫയലിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും സ്റ്റോർ ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഓതന്റിക്കേഷൻ നടത്തുന്നത്, അതായത് ലോഗിൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓതന്റിക്കേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഇൻ മെമ്മറി ഓതന്റിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഡിഫറൻറ്റ് ടൈപ്പുള്ള ഓതന്റിക്കേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പായ ഇൻ മെമ്മറി ഓതന്റിക്കേഷൻ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ഈ സ്പ്രിംഗ് ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ ഇൻ മെമ്മറിയിൽ നമ്മളൊരു യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡൻഷ്യൽസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഫയലിൽ ഡിഫൈൻ ചെയ്തിരുന്ന രണ്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് കോൺഫിഗറേഷൻ പാക്കേജിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷനായിട്ട് നമ്മളൊരു കോൺഫിഗറേഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ കോൺഫിഗറേഷൻ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഈ ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷൻ എല്ലാം ഡിഫൈൻ ചെയ്തതും അതിനായിട്ടുള്ള ബാക്കി കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് സ്പ്രിംഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതാണ് വെബ് സെക്യൂരിറ്റി കോൺഫിഗറർ അഡാപ്റ്റർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ക്ലാസ് വെബ് സെക്യൂരിറ്റി കോൺഫിഗർ അഡാപ്റ്റർ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ആ ക്ലാസ്സിൽ കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മെത്തേഡിനെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ, അതായത് ഈ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യണം. അതിൽ മെയിനായിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺഫിഗർ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഈ കോൺഫിഗർ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മളിപ്പോൾ ഓവർ റൈഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഈ വെബ് സെക്യൂരിറ്റി കോൺഫിഗർ അഡാപ്റ്ററിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഓതൻറ്റിക്കേഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഓതൻറ്റിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതായത് ഒന്നുമില്ല, ഇപ്പം നമ്മുടെ ഓതൻറ്റിക്കേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ മാനേജർ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വേറൊരു ക്ലാസ്സാണ് ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓതൻറ്റിക്കേഷൻ എല്ലാം അതിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കപ്പോൾ ആദ്യം ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ വേണം. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ ക്ലാസ് നമ്മളിപ്പോൾ ഈ കോൺഫിഗർ മെത്തേഡിൽ ഒരു പാരാമീറ്ററായിട്ട് വരുന്നുണ്ട്. ഈ വെബ് സെക്യൂരിറ്റി കോൺഫിഗർ അഡാപ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കതിലെ കോൺഫിഗർ മെത്തേഡ് കാണും. അപ്പോൾ ആ കോൺഫിഗർ മെത്തേഡിൽ ഇപ്പോൾ നമുക്കുണ്ടോ ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇവിടെ കാണാം. സോ ഈ ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഓത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഓത്ത് എന്ന് പറഞ്ഞ ആ ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിലാണ് നമ്മുടെ ഓതൻറ്റിക്കേഷൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോവാണ് ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ വേറെ ഓതൻറ്റിക്കേഷൻ ഉണ്ട്, JDBC ഓതൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ട്, JP ഓതൻറ്റിക്കേഷൻ, LDAP ഓതൻറ്റിക്കേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷൻ എന്ന് പറയുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഏത് യൂസറെയാണ് നമ്മൾ ഇവിടെ ഈ ഇൻ മെമ്മറിയിൽ, അതായത് ഈ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതാണ് വിത്ത് യൂസർ എന്ന് പറഞ്ഞ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്ത് യൂസർ കഴിഞ്ഞിട്ട് നമ്മൾ ആ യൂസർ നെയിം പറയണം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് യൂസർ നെയിം ആണെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഒത്തിരി യൂസർ നെയിം കൊടുക്കാം. അതിപ്പോൾ ഈ ആൻഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ വിത്ത് യൂസർ നമ്മളൊരു നെയിം കൊടുത്തു, അനുവെന്ന് കൊടുത്തു. അതുപോലെ തന്നെ പാസ്വേഡ് നമ്മളൊരു സ്ട്രിംഗ് പാസ്വേഡ് കൊടുത്തു. അതുപോലെ തന്നെ റോൾസ് എന്ന് കൊടുത്തു. അതായത് ഈ യൂസർ ഏത് റോളാണെന്ന്, അതിപ്പോൾ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ കൊടുത്തു. റോൾസ് എന്ന് പറഞ്ഞൊരു യൂസറിന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു യൂസേഴ്സിനെ കൊടുക്കാൻ പോവാണ്. വിത്ത് യൂസർ അരുൺ, അതുപോലെ തന്നെ പാസ്വേഡ് അരുൺ എന്ന് പറഞ്ഞ യൂസറുടെ പാസ്വേഡ്, അതുപോലെ അരുൺ എന്ന് പറഞ്ഞ യൂസറിൻ്റെ റോള്. സോ ഇത് 3 നമ്മൾ കൊടുത്തു. വേറൊരു കാര്യം നമ്മൾ മറന്നുപോയി. നമ്മളിപ്പോൾ ആദ്യം ഇത് ഈ സെക്യൂരിറ്റി ആപ്ലിക്കേഷന് ഒരു അനോട്ടേഷൻ കൊടുക്കണം. അതാണ് എനേബിൾ വെബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ എനേബിൾ വെബ് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇത് നമ്മുടെ ഓതൻറ്റിക്കേഷൻ, അതായത് സെക്യൂരിറ്റി എനേബിൾ ചെയ്യും സ്പ്രിംഗ് സെക്യൂരിറ്റിയിൽ. അതിന് കുറേ ഡീറ്റെയിൽസുകളുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം.
അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പാസ്വേഡ് നമ്മളിപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ കൊടുക്കരുതാത്താണ്, അതായത് എൻകോഡ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്വേഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എൻകോഡേഴ്സ് എല്ലാം നമ്മൾ സ്പ്രിംഗ് സെക്യൂരിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ പാസ്വേഡൊക്കെ ഹാഷിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ അത് അല്ല നമ്മുടെ മെയിൻ കാര്യം. നമ്മളൊരു ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ വെച്ച് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാസ്വേഡ് എൻകോഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ പാസ്വേഡിനെ ഏത് ടൈപ്പിലുള്ള, അതായത് പാസ്വേഡ് എൻകോഡർ ആയിട്ട്, അതായത് പാസ്വേഡ് എൻകോഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പാസ്വേഡിനെ ഏതാണ് പാസ്വേഡ് എൻകോഡർ, അതായത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പാസ്വേഡ് എൻകോഡേഴ്സ് ഉണ്ട്, അതിൽ ഏത് പാസ്വേഡ് എൻകോഡർ ആണെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ബീൻ ക്രിയേറ്റ് ചെയ്യും, അതായത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാസ്വേഡിനെ ആ ടൈപ്പിലുള്ള എൻകോഡ് ചെയ്തിട്ട് ആണ് സ്റ്റോർ ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നിരിക്കുന്നത് പറഞ്ഞാൽ നോ ഓപ്സ് പാസ്വേഡ് എന്നാണ്. അതായത് ഈ പാസ്വേഡിനെ നോ ഓപ്സ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഡെപ്രിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമ്മുടെ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷനൊന്നും ഇത് യൂസ് ചെയ്യരുതാത്താണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നോ പാസ്വേഡ് ഡോട്ട് പാസ്വേഡ് എൻകോഡർ ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നു. അതായത് ഈ പാസ്വേഡ് എൻകോഡറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇത് റിട്ടേൺ ചെയ്യും. അത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, വേറെ എൻകോഡർ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മുടെ ഈ സാമ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നോ പാസ്വേഡ് എൻകോഡർ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ അതിനെ മെത്തേഡിനെ ഒരു അറ്റ് ബീൻ എന്ന് പറഞ്ഞ് നമ്മൾ അനോട്ടേറ്റ് ചെയ്യുന്നു. അതായത് ഇതൊരു ബീൻ റിട്ടേൺ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള കോൺഫിഗറേഷൻസ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷന് ബിൽഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റൺ ചെയ്യുവാണ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ 8080 പോർട്ടിൽ റൺ ആവുന്നുണ്ട്. എന്നിട്ട് ഏതോ എറർ അടിച്ചിട്ടുണ്ട്, നമുക്ക് എന്നാ എറർ എന്ന് നോക്കാം. കനോട്ട് പാസ് എ നൾ ഗ്രാൻഡഡ് അതോറിറ്റി കളക്ഷൻ ഇല്ലീഗൽ ആർഗ്യുമെൻ്റ് എക്സെപ്ഷൻ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ യൂസറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ യൂസറിന് നമ്മൾ റോൾസ് ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ എറർ അടിച്ചത്. അപ്പോൾ നമ്മൾ ഈ നമുക്കിപ്പോൾ ഈ യൂസറിനെ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞൊരു റോളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു, വീണ്ടും ആപ്ലിക്കേഷനെ റൺ ചെയ്യുവാണ്. അപ്പോൾ എററൊന്നും ഇല്ലാതെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായെങ്കിൽ നമുക്ക് ബ്രൗസറിൽ പോയി ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന യൂസർ ഉണ്ടല്ലോ, അതായത് അനു എന്ന് പറഞ്ഞ യൂസറും അരുൺ എന്ന് പറഞ്ഞ യൂസറും, ഈ രണ്ട് യൂസറും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു ഡീഫോൾട്ടായിട്ടുള്ളൊരു പാസ്വേഡ് സ്പ്രിംഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്രിയേറ്റ് ആകുകയല്ല. കാരണം നമ്മൾ ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്, മെമ്മറിയിൽ നമ്മൾ തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ 8080 എന്ന പോർട്ടിൽ റൺ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഒരു ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. http://localhost നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെയാണ് റൺ ആകുന്നത്. അതുപോലെ തന്നെ പോർട്ട് :8080/demo/name ഇതാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്ന റൂട്ട് URL. അപ്പോൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന യൂസർ ഏതാ, അനു എന്ന് പറഞ്ഞ യൂസറും ആ യൂസറിൻ്റെ പാസ്വേഡ് നോ പാസ്വേഡ് എന്നുമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അനു നോ പാസ്വേഡ്. നമുക്ക് സൈൻ ഇൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇപ്പോൾ എന്താ നമ്മുടെ ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു യൂസർ കൊടുത്തിട്ടുണ്ടല്ലോ, അരുൺ എന്ന് പറഞ്ഞൊരു യൂസർ കൊടുത്തിട്ടുണ്ട്. ആ യൂസറിൻ്റെയും പാസ്വേഡ് നോ പാസ്വേഡ് എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ നമുക്ക് ഈ യൂസറിനെ ലോഗൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ലോഗൗട്ട് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ മതി.
അപ്പോൾ ആ യൂസർ ലോഗൗട്ട് ആകാനുള്ള സ്ക്രീൻ വരും, ഡീഫോൾട്ട് ലോഗൗട്ട് പേജ് വരും. ഇനി നമ്മൾ വീണ്ടും 8080/demo/name എന്ന് പറഞ്ഞ പേജ് മീൻസ് URL കൊടുത്തു. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ സൈൻ ഇൻ പേജ് വന്നു. നമ്മൾ അരുൺ അതുപോലെ തന്നെ നോ പാസ്വേഡ് ഇത് രണ്ടും കൊടുത്തു. നമ്മളിപ്പോൾ സൈൻ ഇൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇൻമെമ്മറി ഓതൻറ്റിക്കേഷനിൽ നമ്മൾ മെമ്മറിയിൽ 2 യൂസേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ യൂസേഴ്സിനെ യൂസ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പ്രിംഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ, ഒരു ടൈപ്പ് ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വെബ് സെക്യൂരിറ്റി കോൺഫിഗർ അഡാപ്റ്റർ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിലൊരു മെത്തേഡായ കോൺഫിഗർ മെത്തേഡിനെ നമ്മൾ ഓവർറൈഡ് ചെയ്തു. അതിൽ ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓത്ത് എന്നും പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, AUTH. എന്നിട്ട് ഈ AUTH എന്ന് പറഞ്ഞ ആ ഒബ്ജക്റ്റിലാണ് നമ്മൾ ബാക്കിയെല്ലാം കോൺഫിഗർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഏതാണ് യൂസർ, ആ യൂസറിൻ്റെ പാസ്വേഡ് എന്താണ്, ആ യൂസറിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ വേറൊരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ അനോട്ടേഷൻ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പാസ്വേഡ് എൻകോഡർ നമ്മളിവിടെ ഒരു ബീനായിട്ട് ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ നോ ഓപ്സ് പാസ്വേഡ് എൻകോഡർ എന്ന് പറഞ്ഞ എൻകോഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ എൻകോഡറെല്ലാം യൂസ് ചെയ്യാം, റിയൽ ആപ്ലിക്കേഷനിൽ നമുക്ക് വേറെ എൻകോഡർ യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം. അപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് സ്പ്രിംഗ് സെക്യൂരിറ്റി യൂസ് ചെയ്ത് ഇൻമെമ്മറി ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള ഓതൻറ്റിക്കേഷൻ ഉണ്ട്. അടുത്ത ടൈപ്പിലുള്ളതാണ് JDBC ഓതൻറ്റിക്കേഷൻ. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.